4.5 പതിറ്റാണ്ടിന്റെ സുവർണ ശോഭയോടെ മുന്നോട്ട് പോവുകയാണ് കേരള കൾച്ചറൽ ഫോറം. 1978 സർക്കാർ ജീവനക്കാരുടെ സാംസ്കാരിക സംഘടനയായ കേരള കൾച്ചറൽ ഫോറത്തിന്റെ പിറവി. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥികൾക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിലും ആതുര സേവന പ്രവർത്തനങ്ങളിലും അവശ്യ കലാകാരന്മാരെ സഹായിക്കുന്നതിലുമെല്ലാം ഇന്നിപ്പോൾ കേരള കൾച്ചറൽ ഫോറം മുൻനിരയിൽ തന്നെയുണ്ട്. അരനൂറ്റാണ്ട് മുമ്പ് കാലെ അവനിയേക്കുള്ളിലേക്ക് മറഞ്ഞ സമാനതകളില്ലാത്ത സത്യൻ എന്ന അഭിനയ പ്രതിഭയെ പുതിയ കാലത്തിനും പുതിയ സമൂഹത്തിനും പരിചയപ്പെടുത്തുക എന്ന ചരിത്രപരമായ ദൗത്യവും കേരള കൾച്ചറൽ ഫോറം അഭിമാനപൂർവ്വം നിർവഹിച്ചു പോരുന്നു. ഇതിന്റെ ഭാഗമായാണ് മ്യൂസിയത്തിന് സമീപം 1986 സത്യൻ സ്മാരക മന്ദിരം പണിതത്. ഇവിടെ സത്യന്റെ ചരമവാർഷിക ദിനമായ ജൂൺ 15 സത്യൻ അനുസ്മരണവും സത്യൻ ചലച്ചിത്രമേളയും നടന്നുവരുന്നു. എല്ലാരും ആ മേത്ത ചെറുക്കനെ പറ്റി പറയണല്ല. ഇനിയും എന്നെ വിശ്വാസമായില്ലേ? ഞാൻ വിശ്വസിക്കണം. പക്ഷെ എല്ലാരും ഇത് തന്നെ പറയണ എന്താണ്? എന്നെ കൊല്ലാൻ. നീ സങ്കടപ്പെടണ്ടാടി. അവരെന്നെ വള്ളത്തിൽ കൊണ്ടുപോയില്ലാന്നും വെച്ച് ഞാൻ തോക്കാനും മറ്റും പോണില്ല. വള്ളത്തിൽ പോകാതെ നമ്മളിങ്ങനെ കഴിയും? എന്റെയും കൂടെ ആണ്ട് ഈ കടല്. കടലിലെ പണിക്ക് പളനിയെ ജയിക്കാൻ ഇവിടെ ആരുമില്ല. ഈ കടൽ ഇവിടെ ഉണ്ടെങ്കിൽ പളനിയും പളനിയുടെ മരക്കാത്തിയും പഷ്ണി കിടക്കും. മലയാള സിനിമയുടെ നഭസിൽ സൂര്യശോഭയോടെ തിളങ്ങുന്ന സത്യന്റെ അഭിനയ മുഹൂർത്തങ്ങൾ വിശദീകരിക്കുന്ന ഒട്ടനവധി അപൂർവ ചിത്രങ്ങൾ അടങ്ങിയ ഒരു ആർട്ട് ഗ്യാലറിയും സത്യൻ സ്മാരകത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം എന്നീ വിദ്യാഭ്യാസ ജില്ലകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കഴിഞ്ഞ 3 ദശകങ്ങളിലേറെയായി കേരള കൾച്ചറൽ ഫോറം വിപുലമായ രീതിയിൽ സ്കൂൾ കലോത്സവവും നടത്തിവരുന്നു. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. വിജയികൾക്ക് സത്യൻ ജന്മവാർഷിക ആഘോഷവേദിയിൽ വെച്ച് അവാർഡുകൾ വിതരണം ചെയ്തു വരുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പുകളും നൽകി വരുന്നുണ്ട്. എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പ്രമുഖ കവികൾ നയിക്കുന്ന കവിയരങ്ങും പുസ്തക ചർച്ചയും നടത്തിവരുന്നു. ആദരണീയരായ PG എഡ്വിൻ, D യേശുദാസ് എന്നിവരാണ് കേരള കൾച്ചറൽ ഫോറത്തിന്റെ സ്ഥാപക പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും. നിലവിൽ ശ്രീ A ജോൺ മനോഹർ, ശ്രീ റോബർട്ട് ഫ്രാൻസിസ്, ശ്രീ J സ്റ്റാലിൻ എന്നിവരാണ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നീ പദവികൾ വഹിക്കുന്നത്. സത്യൻ എന്ന മഹാനടന്റെ ജന്മദിനമായ നവംബർ 9 എല്ലാ വർഷവും കേരള കൾച്ചറൽ ഫോറം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു പോരുന്നു. ഇതിന്റെ ഭാഗമായാണ് സത്യൻ പുരസ്കാരം നൽകി പോരുന്നത്. ഒരു മണിക്കിനാവിന്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഭാവാഭിനയ ചക്രവർത്തി ശ്രീ മധു മുതൽ സർവശ്രീ തിലകൻ, മമ്മൂട്ടി, മോഹൻലാൽ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സുരേഷ് ഗോപി, ദിലീപ്, ഇന്നസെന്റ്, ശ്രീനിവാസൻ, മനോജ് കെ ജയൻ, ജഗദീഷ് ശ്രീകുമാർ, ജയറാം, ഇന്ദ്രജിത്ത്, ബ്ലസ്സി, നടിമാരായ ആറന്മുള പൊന്നമ്മ, KPSC ലളിത, സുകുമാരി എന്നിങ്ങനെ നിരവധി പേർക്ക് ഇതിനകം ഈ സമാനതകളില്ലാത്ത പുരസ്കാരം സമ്മാനിച്ചു കഴിഞ്ഞു. ഋഷിചേതനയാർന്ന സമർപ്പണമാണ് സത്യൻ എന്ന മഹാനടൻ. പരിമിത പാഠങ്ങൾക്കപ്പുറം നിൽക്കുന്ന ബലിഷ്ഠ സൗന്ദര്യം. പറയൂ പ്രഭാത മകലയാണോ